നമസ്കാരം. ഗോത്രയുവാവ് പോലീസ് സ്റ്റേഷനിൽ തൂങ്ങിമരിച്ച സംഭവം അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. പ്രധാന വാർത്തകൾ. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി ശേഖരിക്കും. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ആത്മഹത്യ ചെയ്ത ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് രേഖകൾ. പോലീസ് സ്റ്റേഷൻ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുന്നു. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് ആദിവാസി കോൺഗ്രസ് മാർച്ച്. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. ഗോകുലിന്റെ മൃതദേഹം നെല്ലാറച്ചാലിൽ സംസ്കരിച്ചു. വഖഫ് ബില്ലിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രിയങ്കാ ഗാന്ധി MPയുടെ ഓഫീസിലേക്ക് BJP മാർച്ച്. വഖഫ് പോലുള്ള കരിനിയമങ്ങൾ രാജ്യത്തിന് അപമാനമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ. പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ MPമാർ വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും BJP. കൽപ്പറ്റയിലും വേതന വർധനവ് ആവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ സമരം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ. മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമെന്ന് സംസ്ഥാന ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കേസിൽ FIR ഇട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി ശേഖരിക്കും. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കും. അന്വേഷണ സംഘത്തെ അടുത്ത ദിവസം തന്നെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കും. അതിനിടെ ആത്മഹത്യ ചെയ്ത ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന രേഖകളും പുറത്തുവന്നു. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ അമ്പലവയൽ നെല്ലാറച്ചാൽ സ്വദേശി ഗോകുൽ ആത്മഹത്യ ചെയ്ത സംഭവം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും. FIR ഇട്ട് അടുത്ത ദിവസം തന്നെ അന്വേഷണം തുടങ്ങും. പോലീസ് സ്റ്റേഷനിലെ SI, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർ എന്നിവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. പോലീസുകാർ ആരോപണ വിധേയരായതിനാൽ തന്നെ ജാഗ്രതയോടെയുള്ള അന്വേഷണമാകും നടത്തുക. അതേസമയം മരിച്ച ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന രേഖകളും പുറത്തുവന്നു. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷം സ്കൂൾ നൽകിയ TCയിലാണ് ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് വ്യക്തമായത്. 18 വയസ്സ് തികയാൻ ഇനിയും 2 മാസം അവശേഷിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്തവരെ സ്റ്റേഷനിൽ രാത്രിയിൽ പാർപ്പിക്കാൻ പാടില്ല. എന്നാൽ ഗോകുൽ രാത്രിയിൽ സ്റ്റേഷനിൽ നിന്നിരുന്നു. ഗോകുലിന്റെ മരണത്തിലെ ദുരൂഹത ആരോപിച്ച് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഗോത്രയുവാവ് ഗോകുലിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും IC ബാലകൃഷ്ണൻ MLA ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. സുൽത്താൻ ബത്തേരി അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ നെല്ലാർച്ചാൽ പുതിയ പാടി പണിയ കോളനിയിലെ ഗോകുൽ എന്ന് പറയുന്ന ആദിവാസി യുവാവ് കൽപ്പറ്റ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഈ ആത്മഹത്യയിൽ വ്യക്തമായ ദുരൂഹത നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട്. വ്യക്തമായ സമഗ്രമായ അന്വേഷണം ഇതിൻ്റെ അകത്തുണ്ടാകണം. പോലീസ് സ്റ്റേഷൻ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുന്നു. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് ആദിവാസി കോൺഗ്രസ് മാർച്ച് നടത്തി. CBI പോലുള്ള ഉന്നതതല സംഘം കേസ് അന്വേഷിക്കണമെന്ന് ആദിവാസി കോൺഗ്രസ് നേതാവ് A. ശങ്കരൻ ആവശ്യപ്പെട്ടു. ദുരൂഹത നിലനിൽക്കുന്നതിനാൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ മരിച്ച ഗോകുലിന്റെ മൃതദേഹം അമ്പലവയൽ നെല്ലാറച്ചാലിൽ സംസ്കരിച്ചു. രണ്ടാം ദിവസവും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധങ്ങൾക്ക് കുറവുണ്ടായില്ല. ആദിവാസി കോൺഗ്രസ് ആണ് ഇന്ന് മാർച്ച് നടത്തിയത്. ഗോകുലിന്റെ മരണത്തിലെ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച്. ആദിവാസി കോൺഗ്രസ് നേതാവ് E.A. ശങ്കരൻ സമരം ഉദ്ഘാടനം ചെയ്തു. CBI അടക്കമുള്ള ഉന്നത ഏജൻസികൾ കേസ് അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേസ് അന്വേഷിച്ചാൽ ഇതെവിടെ എത്തും നമുക്കറിയാം. നമ്മൾ എത്തിയതും നമുക്കറിയാം. നിരവധി കാര്യങ്ങളുണ്ടല്ലോ. പോലീസ് തന്നെ അന്വേഷിക്കുന്നത് എന്തെന്നാ?
കള്ളരെ കള്ളം പിടിക്കാനോ? അപ്പോൾ ആ നിലയ്ക്കുള്ള ഇത് നമുക്ക് സ്വീകാര്യമല്ല. ഇത് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണം, ഉന്നതമായ അന്വേഷണം നടക്കണം. ഇനി ഒരു ഗോകുൽ നമ്മുടെ വയനാട്ടിലും കേരളത്തിലും ആവർത്തിക്കപ്പെടാൻ പാടില്ല. നമ്മളൊരു സംസ്കാരമുണ്ട് കേരളത്തിൽ. ആ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോലീസുകാർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള കേസ് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇവരൊക്കെ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന തലത്തിൽ ചിന്തിക്കേണ്ട ആളുകളല്ലേ. സാധാ ആൾ ചിന്തിക്കുന്ന പോലെയാണോ പോലീസ് ചിന്തിക്കേണ്ടത്? അതുകൊണ്ട് ഇതിനകത്ത് എവിടെയൊക്കെയോ പിഴച്ചിട്ടുണ്ട്. ആ പിഴവ് കണ്ടെത്തണം. ആ നിലയ്ക്കുള്ള അന്വേഷണമാണ് വേണ്ടത്. അടിമുടി ദുരൂഹതയുള്ള കേസാണിത്. പോലീസുകാർ തന്നെ ആരോപണ വിധേയരായ സാഹചര്യത്തിൽ മറ്റു ഏജൻസികൾ അന്വേഷിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മരണപ്പെട്ട ഗോകുലിന്റെ മൃതദേഹം അമ്പലവയൽ നെല്ലാറച്ചാലിൽ സംസ്കരിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വീട്ടിലെത്തിച്ചത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വഖഫ് ബില്ലിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ഉദ്ഘാടനം ചെയ്തു. വഖഫ് പോലുള്ള കരിനിയമങ്ങൾ രാജ്യത്തിന് തന്നെ അപമാനമാണെന്ന് പ്രശാന്ത് മലവയൽ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എംപിമാർ വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് BJP സംസ്ഥാനത്തെ LDF, UDF എംപിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൽപ്പറ്റയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഓഫീസിന് മുൻപിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് സമരം തടഞ്ഞു. തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ സമരം ഉദ്ഘാടനം ചെയ്തു. വഖഫ് പോലുള്ള കരിനിയമങ്ങൾ രാജ്യത്തിന് തന്നെ അപമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് പ്രിയങ്ക ഗാന്ധി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ഈ നാട്ടിൽ എഴുതി മാറ്റപ്പെടുന്ന കരിനിയമം അത് ഏതെങ്കിലും വിഭാഗത്തിനെതിരെയല്ല, ഏതെങ്കിലും സമൂഹത്തിനെതിരെയല്ല, പകരം ഈ രാജ്യത്തെ കരിനിയമമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോർഡ്. ആ ബോർഡ് ഉയർത്തിക്കൊണ്ടുവരുന്ന നിയമങ്ങൾ. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എംപിമാർ വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശിവദാസൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. K. സദാനന്ദൻ, PG ആനന്ദ്കുമാർ, പള്ളിയറ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കൽപ്പറ്റയിലും വേതന വർധനവ് ആവശ്യപ്പെട്ട് ആശാ വർക്കർമാരുടെ സമരം. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ നിരവധി ആശമാർ പങ്കെടുത്തു. മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമാണ് ആശമാർ നടത്തുന്നതെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല പറഞ്ഞു. പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇനിയെങ്കിലും സർക്കാർ നിറവേറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു. വേതന വർധനവ് ആവശ്യപ്പെട്ട് ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ 52 ദിവസമായി നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശാ വർക്കർമാർ ജില്ലയിലും സമരത്തിന് തുടക്കമിട്ടത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ നിരവധി ആശമാർ പങ്കെടുത്തു. മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമാണ് ആശമാർ നടത്തുന്നതെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല പറഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടക്കുന്ന ഈ സമരം ഞങ്ങൾ പലതവണ അധികാരികളെ കണ്ട് നിവേദനം കൊടുത്തു. പലതരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ചെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ നേതാക്കൾ തന്നെ ചെന്ന് ആവശ്യപ്പെട്ടു, ഇത് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഗവൺമെൻറ് ആകട്ടെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 700 രൂപ ദിവസം കൂലി തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 232 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ 700 രൂപ ആവശ്യപ്പെടുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ജോലി രാത്രി 12 മണിക്കും തീരാത്തൊരവസ്ഥയാണ്. ഗവൺമെൻറ് പറയുന്ന എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇനിയെങ്കിലും സർക്കാർ നിറവേറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു. 232 രൂപയാണ് നിലവിൽ ആശമാരുടെ വേതനം. ഇത് 700 രൂപയാക്കണമെന്നാണ് ആശാ വർക്കർമാർ ആവശ്യപ്പെടുന്നത്. ഇത് കൂടിയ നിരക്കായി ആർക്കും തോന്നില്ല. കാരണം
നേരം പുലരുമ്പോൾ ആരംഭിക്കുന്ന ജോലി അർദ്ധരാത്രിയിലും നീണ്ടുനിൽക്കുന്ന സാഹചര്യമാണ് ആശാ വർക്കർമാർക്ക്. ദുരഭിമാനം വെടിഞ്ഞ് സമരം ഇനിയെങ്കിലും സർക്കാർ ഒത്തുതീർപ്പാക്കണമെന്നും ഷീല ആവശ്യപ്പെട്ടു. സമരത്തിന് പിന്തുണയുമായി മനുഷ്യാവകാശ പ്രവർത്തകരും എത്തിയിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മലനാട് വാർത്ത ഫലം കണ്ടു. വെണ്ണിയോട് ചെറുപുഴ പാലത്തിന് കൈവരികൾ സ്ഥാപിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വെണ്ണിയോട് ചെറുപുഴ പാലത്തിൻ്റെ കൈവരികൾ തകർന്നിട്ട് വർഷങ്ങളായെങ്കിലും പുതുക്കി പണിയുന്നതിന് നടപടിയില്ലാത്തതിനെ തുടർന്ന് മലനാട് ചാനൽ ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. തുടർന്ന് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലത്തിന് കൈവരികൾ സ്ഥാപിച്ചത്. 1987 വെണ്ണിയോട് ചെറുപുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ കൈവരികൾ തകർന്നതിനെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഇക്കാര്യം മലനാട് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് 2.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പുതിയ കൈവരികൾ സ്ഥാപിച്ചത്. കോട്ടത്തറ പഞ്ചായത്തിന്റെ ആസ്ഥാനമായ വെണ്ണിയോടിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ചെറുപുഴ പാലം. കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിയില്ലാതെ ജനങ്ങൾ ഭീതിയോടുകൂടിയായിരുന്നു അതിലൂടെ യാത്ര ചെയ്യുന്നത്. പലതവണ മലനാട് ചാനൽ ഈ ഭയാനകമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ മുടക്കി അതിമനോഹരമായി ഒരു പാലത്തിന് കൈവരി സ്ഥാപിച്ചിരിക്കുകയാണ്. പുലർച്ചെ സൂര്യോദയം കാണാനായി കുറുമ്പാലക്കോട്ടയിലേക്ക് ഈ പാലം കടന്നു പോകുന്ന സഞ്ചാരികൾക്കും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഇനി ഭീതിയില്ലാതെ ഇതുവഴി സഞ്ചരിക്കാം. മലനാട് ന്യൂസ്, പനമരം. പാതയോരങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത്. ആഴ്ചകൾക്ക് മുമ്പ് മാലിന്യം നീക്കം ചെയ്ത അതേ സ്ഥലത്ത് വീണ്ടും വൻതോതിൽ മാലിന്യം എത്തിയതോടെയാണ് ഉറവിടം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പള്ളിക്കുന്ന് വെണ്ണിയോട് റോഡിലാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ മാലിന്യം നീക്കം ചെയ്ത അതേ സ്ഥലത്തെ വീണ്ടും മാലിന്യം നിക്ഷേപിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്ന് മാലിന്യം നിക്ഷേപിച്ച സ്ഥലങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി. മാലിന്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി. പഞ്ചായത്തിൽ നിന്നും ഇതിനെതിരെ ആഴ്ചയിൽ 2 തവണയെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ പരിശോധന നടത്താറുണ്ട്. ഇങ്ങനെ പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഒരു 2 പ്ലാസ്റ്റിക് ചാക്കുകൾ മാലിന്യം നിക്ഷേപിച്ചായി കണ്ടെത്തുകയും അതിൽ ആളുടെ അഡ്രസ്സ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് അതോടൊപ്പം പിഴയും ഈടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ച 2 പേരെ കണ്ടെത്തിയതായും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. എന്തായാലും റോഡരികിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പരിശോധന ഊർജിതമായി നടക്കുകയാണ്. മലനാട് ന്യൂസ്, പനമരം. ഉദ്ഘാടനം കഴിഞ്ഞ് 2.5 വർഷം പിന്നിട്ടിട്ടും നൂൽപ്പുഴയിലെ പൈതൃക മ്യൂസിയം സഞ്ചാരികൾക്കായി തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. കല്ലൂർ 67 സജ്ജമാക്കിയ പൈതൃക മ്യൂസിയം 2022 സെപ്റ്റംബർ 26-നാണ് ഉദ്ഘാടനം ചെയ്തത്. എത്രയും വേഗം മ്യൂസിയം തുറന്ന് ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകണമെന്നും ആവശ്യം. IC ബാലകൃഷ്ണൻ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് മ്യൂസിയത്തിന് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത ചരിത്രരേഖകളും ഗോത്രജനതയും ആദ്യകാല കുടിയേറ്റക്കാരും ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുമാണ് മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. നിലവിൽ 100ഓളം ചരിത്ര അവശിഷ്ടങ്ങളാണ് മ്യൂസിയത്തിലുള്ളത്. ഒരു കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്ന കലപ്പ, നുകം, കുന്തം, എഴുത്താണി, താളിയോലകൾ, മീൻപിടുത്തത്തിനുള്ള ചാട, മുറം, കൊമ്മ, പറ, പാണ്ടിക്കല്ല്, കന്നുകാലികളുടെ കഴുത്തിൽ കെട്ടുന്ന തട്ട, പരമ്പരാഗത നെൽവിത്തുകൾ, ശിലാലിഖിതങ്ങൾ എന്നിവ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അടച്ചുപൂട്ടി. ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞായിരുന്നു അടച്ചുപൂട്ടൽ. നമ്മുടെ ഗോത്ര വിഭാഗങ്ങളുടെയും അതുപോലെ വയനാടിൻ്റെ പാരമ്പര്യമായിട്ടുള്ള കാർഷിക പണിയായുധങ്ങളെ സംബന്ധിച്ചെല്ലാം നല്ല രൂപത്തിൽ ആളുകൾക്ക് പഠനം നടത്തുവാനും അതുപോലെ വിനോദസഞ്ചാരികൾക്ക് കാണുവാനും വേണ്ടി ആകുന്ന രൂപത്തിലേക്കായിരുന്നു ഇത് വിഭാവനം ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവധിക്കാലമായിട്ട് കുട്ടികളും അതുപോലെ വിനോദസഞ്ചാരികളും വയനാട്ടിലേക്ക് ഒഴുകുകയാണ്. അവർക്ക് ഇത് തുറന്നു കൊടുത്തുകൊണ്ട് വയനാടിൻ്റെ വിനോദസഞ്ചാര രംഗത്ത് പുത്തനുണവുണ്ടാക്കുവാൻ വേണ്ടി ഇത് തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താവുന്ന മ്യൂസിയം ഉദ്ഘാടനം കഴിഞ്ഞ് 2.5 വർഷം പിന്നിട്ടിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മലനാട് ന്യൂസ്, ബത്തേരി. തലപ്പുഴ മുനീശ്വരൻകുന്ന് ഇക്കോ ടൂറിസം കേന്ദ്രത്തിൻ്റെ മാറ്റുകൂട്ടാനൊരുങ്ങി വനംവകുപ്പ്. ജീവൻ തുടിക്കുന്ന കടുവയുടെ ശില്പം സ്ഥാപിച്ചാണ് സഞ്ചാരികളെ ആകർഷിക്കാൻ വനംവകുപ്പ് ഒരുക്കുന്നത്. കാസർഗോഡ് നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ശില്പ നിർമ്മാണം.
മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾക്കിനി കടുവയുടെ ജീവൻ തുടിക്കുന്ന ശില്പം കൂടി കണ്ടുമടങ്ങാം. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുനീശ്വരൻ കുന്ന് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ കവാടത്തിന്റെ മുകളിലാണ് കൗതുക കാഴ്ചയൊരുക്കി വനം വകുപ്പ് കടുവയുടെ ശില്പം സ്ഥാപിക്കുന്നത്. കാസർഗോഡ് നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ സിമന്റും കമ്പിയും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ശില്പനിർമ്മാണം. ശില്പത്തിന്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് കലാകാരന്മാർ. മാനന്തവാടി മേഖലകളിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇവിടെ കടുവയുടെ ശില്പം സ്ഥാപിച്ചതെന്ന് DFO മാർട്ടിൻ ലോവൽ വ്യക്തമാക്കി. പിന്നെ അവർക്ക് നമ്മൾ അവിടെ ഒന്നും ടച്ച് ചെയ്യുന്നില്ല, അതിലൊന്നും ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പ്രകൃതി സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു എൻട്രൻസ് ഗേറ്റിൽ നമ്മളതിന് വെച്ചത്. എൻട്രൻസ് ഗേറ്റിൻ്റെ മേലിൽ നമ്മൾ ഒരു കടുവയുടെ ചിത്രമാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് അതൊരു പ്രൊഫഷണൽ ഒരു സ്കൾപ്ചറിസ്റ്റാണ് അത് ചെയ്തിട്ടുള്ളത്. കുന്നിൻ മുകളിൽ കടുവയുടെ രൂപം തെളിഞ്ഞതോടെ സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ഔപചാരിക ഉദ്ഘാടനം നടത്തിയ ശേഷം കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കാനും വനം വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. മലനാട് ന്യൂസ്, മാനന്തവാടി. ലഹരിക്കെതിരെയുള്ള സംഗീത കുളിർമഴയായി ഇശൽ നൈറ്റ്. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണവും ലക്ഷ്യം. 2-4 പാലമുക്ക് ഫ്രണ്ട്സ് കൂട്ടായ്മയാണ് പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടത്തിയത്. ലഹരി വേണ്ട, ലഹള വേണ്ട എന്ന പ്രമേയവുമായാണ് പാലമുക്കിലെ ഒരു കൂട്ടം യുവാക്കൾ സമൂഹത്തിലെ വികലമായ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്തു വന്നിട്ടുള്ളത്. നിർധനരായ രോഗികളെ സഹായിക്കുന്നതിനുള്ള ധനസമാഹരണത്തോടൊപ്പം ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ശക്തമായ താക്കീതുകൂടിയായി ഇശൽ നൈറ്റ്. സ്നേഹമാകണം ലഹരി എന്നതാണ് കൂട്ടായ്മയുടെ ആവശ്യം. സ്നേഹമാണ് നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലാണ് ഇവിടെ ഷിഹാബൊക്കെ പാടുമ്പോൾ ഒരു പക്ഷേ മക്കളൊക്കെ കണ്ടാൽ സംഗീതത്തിലൂടെ പാട്ടിലൂടെ പിന്നാലെ ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ നാടിനാവശ്യം നല്ല വർത്തമാനങ്ങളും സ്നേഹ പങ്കുവയ്ക്കലൊക്കെ തന്നെയാണ്. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് കൂടിയായ ബാപ്പു വെള്ളിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ BGM ബാൻഡ് ഒരുക്കിയ ഇശൽ വിരുന്ന് ആസ്വദിക്കാൻ വിദൂര പ്രദേശങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പാലമുക്കിലെത്തിയത്. പട്ടുറുമാൽ, 14-ാം രാവ്, കോമഡി ഉത്സവം തുടങ്ങിയവയിലെ താരപരിവേഷമായ ഫസൽ, മിസ്ന, ഷഫീർ, ശിഹാബ്, ഷബ്ന തുടങ്ങിയവർ ആസ്വാദകരെ കയ്യിലെടുത്തു. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 435, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 267, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 700, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 690, നേന്ത്രക്കായ കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 192, സ്വർണം പവന് 68,080, വെള്ളി ഗ്രാമിന് 112 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി ശേഖരിക്കും. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ആത്മഹത്യ ചെയ്ത ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് രേഖകൾ. പോലീസ് സ്റ്റേഷൻ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുന്നു. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് ആദിവാസി കോൺഗ്രസ് മാർച്ച്. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. ഗോകുലിന്റെ മൃതദേഹം നെല്ലാറച്ചാലിൽ സംസ്കരിച്ചു. വഖഫ് ബില്ലിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിലേക്ക് BJP മാർച്ച്. വഖഫ് പോലുള്ള കരിനിയമങ്ങൾ രാജ്യത്തിന് അപമാനമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ MP-മാർ വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും BJP. കൽപ്പറ്റയിലും വേതന വർധനവ് ആവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ സമരം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ. മനുഷ്യരെപ്പോലെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരമെന്ന് സംസ്ഥാന ഭാരവാഹികൾ.